ഹലോ ഗായ്സ്, രാവിലത്തെ പരിപാടി നോക്കിയാലോ. രാവിലെ എണീറ്റു, ചേച്ചിയും പിള്ളേരുള്ളതുകൊണ്ടേക്ക് ബീഫ് വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ 1 കിലോ ബീഫ് മതിയായിരുന്നു. ഞാൻ ഇന്ന് ഉച്ചയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരും. അത് ഞങ്ങൾക്ക് ഇത്രയും പേർ കൂടെ 1 കിലോ ബീഫ് മതിയായിരുന്നു. അതെനിക്ക് 1 കിലോ ബീഫ് വാങ്ങിച്ചിട്ട് വന്നു. അപ്പം ഞാനതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ചേച്ചിയാട്ടോ ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചേച്ചിയാണ് ഉണ്ടാക്കുന്നത്. മെയിൻ ഷെഫ് ചേച്ചിയാണ്, അസിസ്റ്റൻറ്റ് ഷെഫ് ഞാനാണ്. അപ്പോൾ ബീഫ് ആദ്യമേ തന്നെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ചു. കുക്കറിട്ടൊരു 7-8 വിസിൽ, 5-6 വിസിൽ, ആക്ച്വലി വിസിലിടാൻ പറ്റിയില്ല. അപ്പോൾ വിസിലേക്ക് കേൾപ്പിച്ചിട്ട് വേവിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചു. അത് കൊച്ചുള്ളി, സവോള ഇതെല്ലാം അവിടെ അരിഞ്ഞു വെച്ചു. അത് കഴിഞ്ഞിട്ട് മീറ്റ് മസാല എടുത്ത് വെച്ചു. ദെൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത്, പിന്നെ കറിവേപ്പില, തക്കാളി, പിന്നെ കടുക് വറക്കാനുള്ള സാധനങ്ങൾ അത്ര എടുത്ത് വെച്ചിട്ട് നമ്മൾ ഉരുളിക്കകത്താണ് വെക്കാൻ പോകുന്നത്. നിങ്ങളുടെ അവിടെ ഉരുളി എന്ന് തന്നെയല്ലേ പറയാറ്. അപ്പോൾ ഉരുളിക്കകത്ത് വെച്ചിട്ട് ഉരുളി ചൂടായപ്പോഴത്തേനും എണ്ണ ഒഴിച്ചിട്ട് നോർമൽ സാധനങ്ങൾ തന്നെ. നമ്മൾ കടുക് വറക്കുന്ന ഇനി 100 വട്ടം പറഞ്ഞിട്ട് കടുക് വറക്കുന്ന മാറാനൊന്നും പോകുന്നില്ലല്ലോ. കടുക് വറക്കുന്ന രീതിയിൽ കടുക് വറുത്തു. കടുകൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് വറ്റൽമുളക് ഇട്ടു. അത് കഴിഞ്ഞ് കറിവേപ്പില ഇട്ടു. കറിവേപ്പില എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ചതിട്ടു. ചേച്ചിയാണല്ലോ ഷെഫ്, അപ്പോൾ ചേച്ചി പറയുന്നതായിരിക്കുമല്ലോ മെയിൻ. അപ്പോൾ ചേച്ചിയാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും ഇത്ര ഇട്ടു. അത് കഴിഞ്ഞിട്ട് എന്നെ പറഞ്ഞു ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഇളക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. അതൊക്കെ ഷെഫിൻ്റെ കയ്യിലത്തെ പരിപാടിയാണല്ലോ. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒരു അത്യാവശ്യം വാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കൊച്ചുള്ളിയും സവാളയും കൂടെ അരിഞ്ഞ് വെച്ചത് ഇട്ടു. അങ്ങനെ അത് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടാൽ മതിയെന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ ഞങ്ങൾക്കും അറിയാമായിരുന്നു. സോറി. അപ്പോൾ ഉപ്പിട്ടിട്ട് അതെല്ലാം വഴറ്റി വൃത്തിയാക്കി അതിനകത്തിലോട്ട് ഇത്തിരി വഴണ്ട് വന്നപ്പോഴത്തേനും തക്കാളി ഇട്ടിട്ട് തക്കാളി നന്നായിട്ട് ഉടയണമല്ലോ. അപ്പം തക്കാളി നന്നായിട്ട് വേവണം. അങ്ങനെ തക്കാളി എല്ലാം വെന്തുടഞ്ഞ് എല്ലാം വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും, അതായത് സവോളയും കൊച്ചുള്ളിയെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും മീറ്റ് മസാല, നമ്മൾ വേറെ മസാല ഒന്നും ചേർക്കുന്നില്ല, മീറ്റ് മസാല മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ. ഷെഫ് പറഞ്ഞത് അങ്ങനെ കേട്ടോ. അപ്പോൾ മീറ്റ് മസാല ഒരു 3.5 ടീസ്പൂൺ, എനിക്ക് ഈ 2 സ്പൂൺ തമ്മിൽ മാറിപ്പോവും. അപ്പോൾ വലിയ സ്പൂണിനകത്ത് ഒരു 3.5 സ്പൂൺ മീറ്റ് മസാല ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ബീഫ് നമ്മൾ വേവിച്ച് വെച്ചപ്പോൾ വെള്ളം ഉണ്ടായിരുന്നല്ലോ, ആ വെള്ളം ഉൾപ്പെടെയാണ് ചേർത്തത്. എന്നിട്ട് നമുക്കിത് കുറുക്കി വറ്റിച്ച്, അപ്പോൾ ആ ടേസ്റ്റ് അതിനകത്ത് അതേപോലെ നിലനിൽക്കും. അപ്പോൾ അങ്ങനെ ബീഫ് ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാം ഇളക്കി ചേർത്ത് ഷെഫ് പറഞ്ഞത് ഷെഫിന് കറിവേപ്പില മസ്റ്റാണ്. പിന്നെന്ന് വെച്ചാൽ ഞങ്ങൾ മല്ലിയില നോക്കി കുറേ എടുത്ത്, പക്ഷേ മല്ലിയില കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ കറിവേപ്പിലയിൽ അഡ്ജസ്റ്റ് ചെയ്തു. അതുകൊണ്ട് കറിവേപ്പില തോനെ ഇട്ടു. അങ്ങനെ ഏകദേശം ഈ പരുവൊക്കെയായി, എല്ലാം വെള്ളമൊക്കെ കുറേ വറ്റി കേട്ടോ. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഉപ്പ് കൂടിയാൽ നമ്മൾ എന്താ ചെയ്യുക, ഉരുളക്കിഴങ്ങെടുത്തിട്ടും ഇച്ചിരി നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞൊഴിച്ച് നോക്കി, പക്ഷെ നടന്നില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ട് നോക്കി. അങ്ങനെ ബീഫ് റോസ്റ്റ് സെറ്റായി. ഞങ്ങൾ കുറച്ച് ഗ്രേവി ആയിട്ടുള്ള റോസ്റ്റായിട്ട് ഉണ്ടാക്കിയത്, അത്രയ്ക്ക് അങ്ങോട്ട് ഇതാക്കിയില്ല. ഇതാണ് ഷെഫ് അസിസ്റ്റൻറ്റ്. അപ്പോൾ ബീഫ് റോസ്റ്റിൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ വീഡിയോ ഇട്ടു, അത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ.